ഓക്കെ, നമ്മള് ഇന്ന് പഠിക്കുന്നത് പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡലാണ്. നമ്മൾ കൊയേക്സ് മോഡലിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ മോഡലായിരുന്നു. കൊയേക്ക് മോഡലിന്റെ റാഷണലൈസേഷൻ ആണ്. നമുക്ക് രണ്ട് റാഷണലൈസേഷൻസ് ആണ് നടത്താനുള്ളത്. ഒന്ന് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ മോഡലായിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എടുത്തിരുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ റാഷണലൈസേഷൻ ആണ്, അതിനെ വിളിക്കുന്നത് പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡൽ അല്ലെങ്കിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്നാണ്. പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡൽ. ഇത് നെർലോവ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ്, അദ്ദേഹമാണ് മുന്നോട്ട് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയുന്നത് നെർലോവ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസിന്റെ ഒരു മോഡലിന്റെ പ്രത്യേകത ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് നമ്മൾ എടുത്ത മോഡൽ എന്ന് പറയുന്നത്. YT ഈസ് ഈക്വൽ ടു β0 പ്ലസ് β1 XT സ്റ്റാർ പ്ലസ് UT. അല്ല, ഈ സ്റ്റാർ കാണിക്കുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ്, അത് ഒബ്സർവബിൾ അല്ല. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂവിനെ കാണിക്കാനാണ്. അപ്പോൾ ഇവിടെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ മോഡലിൽ എക്സ്പെക്റ്റഡ് വാല്യൂ വരുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിപെൻഡന്റ് വേരിയബിൾ എക്സ്പെക്റ്റഡ് വാല്യൂ അല്ല. അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർ ആ വീഡിയോ ലിങ്ക് ഒന്ന് കേൾക്കുക. ഓക്കെ, നമ്മൾ ഇത് രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലുകളാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലുകളെ കുറിച്ച് പഠിക്കുകയാണ് നമ്മൾ. ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ ഇത് എക്സ്പെക്റ്റഡ് വാല്യൂ ആയതുകൊണ്ട് T+1 ആയിരിക്കും വരിക. ആക്ച്വലി ഇതിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, സോ അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോഴാണ് അത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലുകളിലേക്ക് മാറുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ അതിനെ ഓട്ടോ റിഗ്രസീവ് മോഡലിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ആ വീഡിയോ ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എളുപ്പമാണ്. നമ്മൾ ഇന്ന് എടുക്കാവുന്നത് പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡലാണ്. ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് YT സ്റ്റാർ, അതായത് ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ മോഡലിൽ നേരെ തിരിച്ച് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരുന്നു എക്സ്പെക്റ്റഡ് വാല്യൂ എങ്കിൽ, പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡലിൽ നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ദ ഡിപെൻഡന്റ് വേരിയബിൾ. നമ്മൾ ഈ എക്സാമ്പിൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, ഇപ്പം ഗുജറാത്തി ഉപയോഗിച്ചിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ദിസ് ഈസ് ഡിസൈർഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. ഡിസൈർഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ that is equal to β0 desired stock of capital is equal to β0 plus β1 XT plus UT. സോ ഇതൊന്ന് എഴുതിയെടുക്കുക. ദിസ് ഈസ് ഡിസൈർഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, ദിസ് ഈസ് ഔട്ട്പുട്ട്. സോ ഇവിടെ നെർലോവിന്റെ ഫസ്റ്റ് നമ്മൾ പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡൽ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിസൈർഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഒരു ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിന് ഒരു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിസൈഡ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഉണ്ട് എന്നതാണ്. ആ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിൽ ആ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആണ്.
So that desired stock of capital is a function of output, level of output. ഇതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഈ പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡൽ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ പഠിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എക്സാമ്പിൾ അതാണ്. ഇപ്പൊ എന്താണെന്ന് എഴുതിയെടുക്കാം. ദിസ് ഈസ് ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, ദിസ് ഈസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇനി അദ്ദേഹം ഒരു നെർലോവ് ഇതൊരു ഹൈപ്പോത്തസിസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഹൈപ്പോത്തസിസ് ഇതാണ്: YT minus YT minus 1. ഇത് ആക്ച്വൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഇൻ ടൈം പീരീഡ് T ആണ്. ദിസ് ഈസ് ആക്ച്വൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഇൻ പ്രീവിയസ് ടൈം പീരീഡ് ആണ്, തൊട്ട് മുൻപത്തെ ടൈം പീരീഡ് ആണ്. സപ്പോസ് ദിസ് ഈസ് എ പർട്ടിക്കുലർ ഇയർ, then this is the previous year. So ആക്ച്വൽ ഇത് ഒബ്സർവബിൾ അല്ല, നമുക്ക് ആക്ച്വലി ഇത് ഒബ്സർവബിൾ അല്ല. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ഹൈപ്പോത്തിസിസ് പറയാണ്. ഹൈപ്പോത്തിസിസ് ആണ് ഞാൻ താഴെ എഴുതുന്നത്. ദിസ് ഈസ് YT, ദാറ്റ് ഈസ് ദ stock of capital at time period T, and this is YT minus 1, that is the stock of capital in the previous period. That is a fraction of, ഇതാണ് അദ്ദേഹത്തിന്റെ ഹൈപ്പോത്തിസിസ്. That is a fraction of. ഈ ഫ്രാക്ഷൻ നമ്മളിവിടെ ഡെൽറ്റ ആണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ മോഡലിൽ നമ്മൾ ഗാമയായിരുന്നു ഉപയോഗിച്ചത് ഫ്രാക്ഷൻ കാണിക്കാനായിട്ട്. സോ ഹിയർ വി യൂസ് ഡെൽറ്റ. എ ഫ്രാക്ഷൻ ഓഫ് desired stock of capital at time period T. There is a desired stock of capital. അത് desired ആണ്, expected ആണ്. That may not be observable. നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. That is the desired stock of capital. Minus last period, the stock of capital at the previous period. സി, ഇതാണ് നെർലോവിന്റെ ഒരു ഹൈപ്പോത്തിസിസ്. ഇവിടെ എന്താണ് ഇതിന്റെ അർത്ഥം നോക്കാം. ഇതിനെ വിളിക്കുന്നത് ആക്ച്വൽ ചേഞ്ച് ഇൻ ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ്. ദിസ് ഈസ് ആക്ച്വൽ ചേഞ്ച്, സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഉണ്ടായ ആക്ച്വൽ ചേഞ്ച്. കാരണം പ്രീവിയസ് പീരീഡിൽ നിന്ന് ഈ പീരീഡിലേക്കുള്ള ആക്ച്വൽ ചേഞ്ച്, ക്യാപിറ്റലിന്റെ ആക്ച്വൽ ചേഞ്ച് ആണ്. സി, നമ്മൾ ഇവിടെ ഒരു ഹൈപ്പോത്തിസിസ് പറയുകയാണ്. ഈ മോഡൽ നമ്മൾ ആദ്യത്തെ ഒരു മോഡൽ എഴുതി, പക്ഷെ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടാക്കിയാണ്. YT സ്റ്റാർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാണ്. അതൊരു ഹൈപ്പോത്തിസിസ് ആയിട്ടാണ് അത് പറയുന്നത്. ദാറ്റ് ഈസ് എ തിയറിറ്റിക്കൽ ഹൈപ്പോത്തിസിസ് ഇൻ എ ഫ്ലെക്സിബിൾ ആക്സിലേറ്റർ മോഡൽ എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസൈഡ് ചേഞ്ച് എന്നാണ് വിളിക്കുക. ഡിസൈഡ് ചേഞ്ച് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം. ദിസ് ഈസ് ഡിസൈഡ് ചേഞ്ച്. സി, ഇതാണ് നമ്മുടെ ഈ ടൈം പീരീഡ് Tയില് നമ്മൾ ഡിസൈർ ചെയ്ത സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലും ഇത് പ്രീവിയസ് പീരീഡിലെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലും. സോ നമ്മളിത് പറഞ്ഞു, ദിസ് ഈസ് ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. ഈ ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്താണ്? ഹലോ, ദിസ് ഈസ് ഡെൽറ്റ. ഡെൽറ്റ ഉണ്ടോ ഡിസൈഡ് ചേഞ്ചിൽ? ഇത് ഈ ഒരു ഭാഗം മാത്രം ഞാൻ ബ്രാക്കറ്റിന്റെ അകത്തുള്ള മാത്രം പറയാണ്. ദിസ് ഈസ് ആക്ച്വലി എ ഫ്രാക്ഷൻ. നമുക്ക് ഇതിനെ ഒരു ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ദിസ് ഈസ് ഫ്രാക്ഷൻ. ഞാൻ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഞാനിപ്പോ തരാം. ഓക്കെ, 3 എലമെന്റ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ദിസ് ഈസ് ആക്ച്വൽ ചേഞ്ച്, ദിസ് ഈസ് ഡിസൈഡ് ചേഞ്ച്. ഡിസൈഡ് ചേഞ്ച് എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് നോക്കുക, ഇത് നമ്മൾ ഡിസൈർ ചെയ്യുന്ന T എന്നുള്ള പീരീഡിൽ നമ്മൾ ഡിസൈർ ചെയ്യുന്ന സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ് YT സ്റ്റാർ. ഈ സ്റ്റാർ കാണിക്കുന്നത് നമ്മുടെ ഡിസൈഡ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ്. നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ടൈം പീരീഡിൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അതിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത്രയുമാണ് നമ്മൾ ഡിസൈർ ചെയ്യുന്ന ചേഞ്ച്. ഇത്രയും ചേഞ്ച് ഉണ്ടാവാനാണ് നമ്മൾ ഡിസൈർ ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഡിസൈഡ് ചേഞ്ച്. കാര്യം ഇതെന്നാണ്, ഈ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് കഴിഞ്ഞ തവണത്തെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ്.
അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ആ വ്യത്യാസത്തെയാണ് നമ്മൾ ഡിസൈഡ് ചേഞ്ച് എന്ന് വിളിക്കുക. ഇത്രയും ആണ് നമ്മുടെ ഡിസൈഡ് ചേഞ്ച്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ചേഞ്ച് ആണ്. ഈ ഡിസൈഡ് ചേഞ്ച് സംഭവിക്കണമെന്നില്ല. നമുക്ക് അത് ഇതാണ് അദ്ദേഹത്തിന്റെ ഹൈപ്പോത്തിസിസ്. ഡിസൈഡ് ചേഞ്ചിന്റെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും ആക്ച്വൽ ചേഞ്ച് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഹൈപ്പോത്തിസിസ്. അതൊന്ന് എഴുതിയെടുക്കുന്ന നല്ലതായിരിക്കും. നിങ്ങൾ മലയാളത്തിൽ അമിത എഴുതുന്ന പോലെ എഴുതിയാലും മതി. എന്താണ് ആക്ച്വൽ ചേഞ്ച് എന്ന് പറയുന്നത്? ഡിസൈഡ് ചേഞ്ചിന്റെ ഒരു ഫ്രാക്ഷൻ ആണ്. ഇനി ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 0. It can be 0, it can be 1. So usually it will be in between 0 and 1. Let's take these two extreme cases. ആദ്യം തന്നെ ഇതൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇത് മോഡൽ ആദ്യം തന്നെ എഴുതി. വൈറ്റ് സ്റ്റാർ എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ തുടർച്ചയല്ല ഇത്. നമ്മൾ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്ത് എഴുതി? ഒരു മോഡൽ എഴുതി. എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ദ ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇത് ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ്. എക്സ് ടി എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു ഹൈപ്പോത്തിസിസ്, ആദ്യം തന്നെ ഒരു ഹൈപ്പോത്തിസിസ് പറയണം. എന്താണ്? ആക്ച്വൽ ചേഞ്ച് in stock of capital. This is the actual change in stock of capital. In capital stock എന്ന് എഴുതാം നമുക്ക്. Capital stock. This is actual change. എന്തുകൊണ്ടാണ് ആക്ച്വൽ ചേഞ്ച് എന്ന് പറയുന്നത്? ഇത് കറണ്ട് ടൈം പീരീഡിലെ ക്യാപിറ്റലും ഇത് പ്രീവിയസ് ടൈം പീരീഡിലെ ക്യാപിറ്റലാണ്. അപ്പൊ ചേഞ്ച് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ചേഞ്ച്. ഇത് നമ്മൾ ടൈം പീരീഡ് ടിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ക്യാപിറ്റലിന്റെ സ്റ്റോക്കാണ്. ഇത് പ്രീവിയസ് പീരീഡിലെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലാണ്. അപ്പൊ എക്സ്പെക്റ്റഡ് സ്റ്റോക്കും പ്രീവിയസ് പീരീഡിലെ സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസമാണ് ഡിസൈഡ് ചേഞ്ച്. ഇത്രത്തോളമാണ് നമ്മൾ ഡിസൈർ ചെയ്തത്. ഈ ചേഞ്ച് ഉണ്ടാവാനാണ് നമ്മൾ ഡിസൈർ ചെയ്തത്. ഈ ഡിസൈഡ് ചേഞ്ചിന്റെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും ആക്ച്വൽ ചേഞ്ച്. ഇതൊരു ഹൈപ്പോത്തിസിസ് ആണ്. സോ ദിസ് ഈസ് എ ഹൈപ്പോത്തിസിസ്. യെസ്, നല്ലോ ഹൈപ്പോത്തിസിസ്. നമ്മൾ ഈ ഒരു മോഡലിൽ ഇതാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ആ എക്സാമ്പിളിൽ നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണിത്. കാരണം ഇതിന് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി ഡെൽറ്റ, സപ്പോസ് ഡെൽറ്റ ഈസ് 0. എന്തായിരിക്കും സംഭവിക്കുക ഡെൽറ്റ 0 ആണെങ്കിൽ? നമ്മൾ ഇതിനെ ഈ ഡിസൈഡ് ചേഞ്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായി മാറും? 0 ആയിട്ട് മാറും. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ YT എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ ഇവിടെ തന്നെ എഴുതാം. സോ വാട്ട് വിൽ ബി YT? അതായത് ആക്ച്വൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ in time period T, if fraction is 0, it will be equal to YT minus 1. എങ്ങനെ കിട്ടിയത്? നമ്മൾ ഇവിടെ 0 ആണ് അല്ലേ? YT minus 1 is equal to 0. സോ നമ്മൾ ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. സോ YT is equal to YT minus 1. എപ്പോൾ ഫ്രാക്ഷൻ 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? Actual stock of capital is equal to the previous stock of capital. There is no change in there is no change in the stock of capital. See, YT is equal to YT minus 1. Okay. അതായത് അവിടുത്തെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്. അതായത് യാതൊരു ചേഞ്ചും സംഭവിച്ചില്ല. ഡിസൈഡ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യമില്ല അവിടെ. സോ YT is equal to exactly YT minus 1. If delta is equal to 1, delta is equal to 1,
what will happen? എന്തായിരിക്കും സംഭവിക്കുക? ഡെൽറ്റ 1 ആണെങ്കിൽ നമ്മൾ ഇതിനെ നമ്മൾ ഡെൽറ്റ 1 എന്ന് പറയുന്നത് 1 മൾട്ടിപ്ലൈഡ് ബൈ വൈ ടി സ്റ്റാർ മൈനസ് 1 മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് വൈ ടി മൈനസ് 1. അതായത് നമുക്ക് ഇവിടെ ഈ 1 ആവുമ്പോൾ സെയിം ബ്രാക്കറ്റ് തന്നെ നിലനിൽക്കും അല്ലെ? നമ്മൾ ഇത് 1 ആണല്ലോ, അപ്പൊ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നിലനിൽക്കുക. ഇനി ഇതിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആവും. സോ ഈ പോസിറ്റീവും നെഗറ്റീവും ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വലി വി വിൽ ഗെറ്റ് വൈ ടി ഈസിക്കൽ ടു വൈ ടി സ്റ്റാർ. ആ സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ എഴുതിയെടുക്കുന്നത് നല്ലതാണ്. എന്താണ് ഞാൻ സാർ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഗാമയുടെ വെച്ച് ചെയ്ത പോണ അങ്ങനെ തന്നെയാണോ? അത് തന്നെ നമ്മൾ റാഷണലൈസേഷൻ ആണ് നമ്മൾ നടത്തുന്നത്. 2 റാഷണലൈസേഷൻസ് ആണ് നടത്തുന്നത്. ഒന്ന് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ. പക്ഷെ വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ, അവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലായിരുന്നു എക്സ്പെക്ടഡ് വാല്യൂ വന്നത്. ഇവിടെ നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ ആണ് എക്സ്പെക്ടഡ് വാല്യൂ. സെയിം ലോജിക്ക് തന്നെയാണ് രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് അതുകൊണ്ട് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. നിങ്ങൾ കേൾക്കാത്തവരെ പ്രീവിയസ് വീഡിയോ ഒന്ന് കേട്ടു നോക്കുക, അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസിന്റെ. ഓക്കെ, ഞാൻ ഇതൊന്ന് എഴുതട്ടെ. അതായത് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈ ടി മൈനസ് വൈ ടി മൈനസ് 1 ഈസിക്കൽ ടു ഇത് 1 ആയതുകൊണ്ട് നമുക്ക് അതേപടി തന്നെ നമുക്ക് വൈ ടി സ്റ്റാർ മൈനസ് വൈ ടി മൈനസ് 1 എഴുതാം. കാരണം എന്താണ്? ദിസ് ഫ്രാക്ഷൻ ഇസ് exactly 1, so we will get an identity like this. So അതിന് വൈ ടി കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു അല്ലെ? സോ വൈ ടി സ്റ്റാർ ഇവിടെ ഉണ്ട്, ഈ മൈനസ് വൈ ടി മൈനസ് 1 ഇവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലസ് വൈ ടി മൈനസ് 1 വന്നു. ഓക്കെ, പിന്നെ നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് ഈ 2 കാര്യങ്ങൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ? കാരണം ഇത് നെഗറ്റീവും പോസിറ്റീവും. സോ വി വിൽ ഗെറ്റ് ഇഫ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1, വൈ ടി ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അതായത് ഇഫ് ദാറ്റ് ഫ്രാക്ഷൻ, there is no fraction, excuse me, അതായത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1, ഇഫ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1, വിച്ച് മീൻസ് ദാറ്റ് ആക്ച്വൽ ക്യാപിറ്റൽ ടൈം പീരീഡ് ടിയിലെ ക്യാപിറ്റലും ഡിസൈഡ് ക്യാപിറ്റലും 1 ആൻഡ് ദ സെയിം. ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എക്സാക്ട്ലി ആക്ച്വൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് കിട്ടി ഇഫ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1. If delta is equal to 0, which means that there is no change in that capital stock from the previous period. Yt is exactly equal to yt minus 1. ഇനി ഇദ്ദേഹത്തിന്റെ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, there is a fraction. It will be more realistically, it will be in between 0 and 1. So ഇവിടെ ഡിസൈഡ് ചേഞ്ചിന്റെ ഒരു പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ആക്ച്വൽ ചേഞ്ചിൽ സംഭവിക്കുക. ഇതിന് മറ്റൊരു പേര് കൂടി നമുക്ക് വിളിക്കും. ഈ ആക്ച്വൽ ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്കുള്ള അഡീഷൻ ആണിത്. സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലോട്ടുള്ള അഡീഷൻ നമ്മൾ ഒരു പേര് വിളിക്കും. എന്താണ് പേര്? ആരെങ്കിലും അറിയാമോ? അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഡാഷ് ഈസ് ദ അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. എന്താണത്? Anyone? What is the addition to the existing stock of capital? നമ്മൾ ഇതിനെന്ത് ടൈമാണ് ഉപയോഗിക്കുക? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഇറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിപ്രീസിയേഷൻ കൂടി അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ വി ക്യാൻ ഓൾസോ റൈറ്റ് ദിസ് ആസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടൈം പീരിയഡ് ടി ഈസ് എ ഫ്രാക്ഷൻ or the investment is a fraction of what? Desired change in the capital stock. Desired change in the capital stock.
ഇതൊരു എക്കണോമിക് തിയറിയാണ്, ഫ്ലെക്സിബിൾ ആക്സിലറേറ്റർ മോഡൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ആദ്യം തന്നെ നോക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ചെയ്തത് മോഡൽ എഴുതി. അതായത് ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് ആക്ച്വൽ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്കും ഡിസൈഡ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്കിന്റെ ഇടയിലുള്ള ഫ്രാക്ഷൻ? ഇതിന് വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഡിസൈഡ് സ്റ്റോക്കിന്റെ ഒരു പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ആക്ച്വൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡൽ അല്ലെങ്കിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്റ്റോക്കിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്നുള്ള പേരും കൂടി വിളിക്കാൻ കാരണം. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ. ഡിസൈഡ് ചേഞ്ചിന്റെ ഒരു ഫ്രാക്ഷൻ ആണ് ആക്ച്വൽ ചേഞ്ച്. സോ ദാറ്റ് ഈസ് നോട്ട് എ ഫുൾ ചേഞ്ച്. ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇത് എന്താണ്? 1 ആവണം. 0 ആണെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച്. yt is exactly equal to yt minus. yt is exactly equal to yt minus 1. If that delta is equal to 1, that means that the actual stock in the current period is exactly equal to ഡിസൈഡ് സ്റ്റോക്ക് ഇൻ ദ കറന്റ് പീരീഡ്. എന്താണോ നമ്മൾ ആ സ്റ്റോക്ക് പ്രതീക്ഷിച്ചത്, ആ ടൈം പീരീഡ് ടിയിൽ നമ്മൾ ഏതാണോ ഡിസൈഡ് സ്റ്റോക്കായിട്ട് പ്രതീക്ഷിച്ചത്, അത് തന്നെയാണ് ആക്ച്വൽ സ്റ്റോക്ക്. പക്ഷേ റിയൽ വേൾഡിൽ യൂഷ്വലി ദിസ് വിൽ ബി ഇൻ ബിറ്റ്വീൻ 0 and 1, വിച്ച് മീൻസ് ദാറ്റ് there will be only a partial adjustment to the existing stock of capital. ഡിസൈഡ് ചേഞ്ചിന്റെ ഒരു പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റുമായിരിക്കും ആക്ച്വൽ ചേഞ്ച് എന്ന് പറയുന്നത്. Now, നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാനിതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുകയാണ്. ഈ ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം. yt, ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ഹൈപ്പോത്തിസിസ് ആണ് എഴുതുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹൈപ്പോത്തിസിസ് ആണ് ആക്ച്വൽ ചേഞ്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ, that is a fraction of desired change. This is the desired change. Okay, now yt is equal to delta yt star minus yt minus 1 plus yt minus 1. മനസ്സിലായല്ലോ? നമ്മൾ ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇതായിരുന്നു നമ്മുടെ ഹൈപ്പോത്തിസിസ്. നമ്മൾ ഈ yt minus 1 റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്നു. Now, yt is equal to delta yt star minus delta yt minus 1 plus yt minus 1. ഇന്ത്യയിൽ ബ്രാക്കറ്റിനെ നമ്മൾ കളയാണ്. ഇവിടെ നമ്മൾ ഡെൽറ്റ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഈ രണ്ട് എലമെന്റുമായി നമ്മൾ ഡെൽറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ നൗ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ yt minus 1 കോമൺ ആണ്. സോ വി ക്യാൻ റൈറ്റ് delta, so yt, yt is equal to delta yt star. ഓക്കെ, ഇവിടെ നമുക്ക് പ്ലസ്
1 minus delta. 1 minus delta into yt minus 1. കാരണം എന്താണ് 1 multiplied by yt minus 1 എന്ന് പറയുന്നത് ഈ ഭാഗമാണ് yt minus 1. മൈനസ് ഡെൽറ്റ മൾട്ടിപ്ലൈഡ് ബൈ yt minus 1 എന്ന് പറയുന്നത് ഇതാണ് മൈനസ് ഡെൽറ്റ yt minus 1. സോ ലെറ്റ് മീ സേ ദിസ് ഈസ് ഇക്വേഷൻ 2. സി ഇത് തന്നെ നമുക്ക് ഇക്വേഷൻ 2 എഴുതാം. ഇവിടെ നമ്മൾ ഇക്വേഷൻ 1 കൂടി ഞാൻ ഇവിടെ ഒന്ന് എടുത്ത് എഴുതിയാണ്. അതെന്താണ്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. ദാറ്റ് ഈസ് yt star is equal to desired stock of capital is equal to beta 0 plus beta 1 xt plus ut. This is our first equation, equation number 1. This is our first equation. Okay. Now നമുക്ക് ഇതാണ് നമ്മുടെ yt സ്റ്റാർ എന്ന് നമ്മൾ ആദ്യം എഴുതിയിരുന്നത്. നമ്മൾ പിന്നെ ഒരു ഹൈപ്പോതെസിസിനെ റീഫോർമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് yt is equal to ഈ yt നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. yt is equal to ഡെൽറ്റ yt സ്റ്റാർ പ്ലസ് 1 മൈനസ് ഡെൽറ്റ yt മൈനസ് 1. നമുക്കിപ്പോ ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഇതിന്റെ ഇതുണ്ടായിരുന്നത്. എന്താണ് ഇത്? നമ്മുടെ ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിന്റെ ഫങ്ഷണൽ ഫോം ആയിരുന്നു. ഇതിന് ഞാൻ ഈ 1നെ ഞാൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഈ ഭാഗത്തെ ഞാൻ എവിടെ കൊണ്ടുവരുന്നു? ഐ എം ടേക്കിംഗ് ഇറ്റ് ടു ഹിയർ. അപ്പൊ നമുക്ക് yt is equal to ഡെൽറ്റ yt സ്റ്റാറിന് നമ്മൾ മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബീറ്റ 0 പ്ലസ് ബീറ്റ 1 xt പ്ലസ് ut plus 1 minus delta multiplied by yt minus 1. ഞാൻ ഈ ഒരു മോഡലിനെ ഈ yt സ്റ്റാറിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ yt സ്റ്റാർ ഇപ്പൊ കുറച്ചുകൂടി ഒബ്സർവബിൾ ആണ്. നമുക്ക് ഇത്രയും നേരം നമ്മൾ ഈ yt സ്റ്റാർ കണ്ടെത്താനായിട്ട് നമുക്ക് ഈ വാല്യൂ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ്. എക്സ്പെക്ടേഷൻ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് ഈസ് ദ ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത്. ബട്ട് വി ആർ മേക്കിംഗ് ദിസ് ഇൻ ടു ദിസ് മോഡൽ. നൗ നമുക്ക് yt എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആണ്. ആക്ച്വൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് എഴുതുകയാണെങ്കിൽ ഡെൽറ്റ ബ്രാക്കറ്റ് മാറ്റുകയാണെങ്കിൽ ഡെൽറ്റ ബീറ്റ 0 പ്ലസ് ഡെൽറ്റ ബീറ്റ 1 xt പ്ലസ് ഞാൻ എറർ ടൈമിനെ ലാസ്റ്റ് കൊണ്ടുവരികയാണ്. എറർ ടൈമിനെ ഞാൻ ലാസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് മാത്രം. സോ 1 മൈനസ് ഡെൽറ്റ. It is our convention to write error time at the end, so we will bring it to the end. Yt minus 1 plus ഇവിടെ ഈ ഡെൽറ്റയും ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഡെൽറ്റ ut നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ ഇതിന്റെ ഈ 2ലേക്ക് കൊണ്ടുവന്നു. ദെൻ നമ്മൾ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തു, അതിനെ റീഫോർമുലേറ്റ് ചെയ്തു. സോ നൗ our yt is equal to this is the stock of capital in time period t, which is delta beta 0 plus delta beta 1 xt plus
1 minus delta yt minus 1 plus delta ut. See, ഇത് ഓട്ടോ റിഗ്രസീവായി മാറി. This became an autoregressive model. എന്തുകൊണ്ട് ഇത് ഓട്ടോ റിഗ്രസീവായി? Now this is autoregressive. എന്തുകൊണ്ടാണ് ഇത് ഓട്ടോ റിഗ്രസീവ് ആയത്? What component made it autoregressive? ഈ മോഡലിൽ ഏത് കമ്പോണന്റ് ആണ് ഇതിനെ ഓട്ടോ റിഗ്രസീവ് ആക്കിയത്? ഓട്ടോ റിഗ്രസീവ് മോഡൽ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? വാട്ട് ഈസ് ഓട്ടോ റിഗ്രസീവ് മോഡൽ? If the lagged dependent variable comes as explanatory variable, then it is autoregressive model. Lagged dependent variable comes as explanatory variable, then it is autoregressive model. See, our dependent variable is stock of capital in time period t. This is stock of capital in previous time period. ഇനി നമുക്കിതിനെ റൺ ചെയ്യാം. സി, നമുക്ക് ഓയിലസ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഓയിലസ് ഉപയോഗിച്ചിട്ട് ഇത് റൺ ചെയ്യുന്നത് വിചാരിക്കാം. നമുക്ക് എന്തെല്ലാം കോഎഫിഷ്യൻസ് കിട്ടും? നമുക്ക് yt minus 1 കോഎഫിഷ്യന്റ് കിട്ടും. ദാറ്റ് ഈസ് 1 minus delta. 1 minus delta. 1 minus delta നിന്ന് നമുക്ക് ഡെൽറ്റ ഫൈൻഡ് ചെയ്യാൻ പറ്റും. Whatever is the estimated coefficient here, we minus it from 1, then we will get delta. Once we calculate delta, നമ്മൾ ഡെൽറ്റ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡെൽറ്റ ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഡെൽറ്റ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ റൺ ചെയ്യാം. ഈ AR ഫോമിലുള്ള ഈ ഒരു ഇക്വേഷനെ, ഈ ഒരു മോഡൽ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ we will get this coefficient 1 minus delta. ഇതിൽ നിന്ന് നമുക്ക് coefficient of adjustment ഫൈൻഡ് ചെയ്യാൻ പറ്റും. Coefficient of adjustment, suppose this is 0.8. If this is 0.8, then delta will be 0.2. 1 minus 0.2 ആണ് ഇവിടുത്തെ 0.8 ഇട്ടിരിക്കുന്നത്. So delta is 0.2. Am I clear? If it is 0.6, delta എത്രയായിരിക്കും? ഈ 1 minus 0.4. yes, 1 minus 0.4 ആണ് 0.6 എന്ന് പറയുന്നത്. ഈ 0.6 എന്ന് പറയുന്നത് 1 minus 0.4 ആണ്. അതുകൊണ്ട് നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 6 ആണ് കിട്ടുന്നതെങ്കിൽ 1 minus 6 ആയിരിക്കും ഇവിടുത്തെ നമ്മുടെ 0.4. സോ സി, നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഡെൽറ്റ കിട്ടി. ഇനി ഈ ഡെൽറ്റ വെച്ചിട്ട് നമുക്ക് ഈ β0 β1 ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എസ്റ്റിമേറ്റഡ്, ഇത് റൺ ചെയ്തപ്പോൾ ഈ എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ എസ്റ്റിമേറ്റിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് β0 ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? β0 ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ എസ്റ്റിമേറ്റിനെ, ദാറ്റ് ഈസ് ഡെൽറ്റ β0 divided by delta, we will get β0 here. β1 ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? β1 ഫൈൻഡ് ചെയ്യാനായിട്ട് ഡെൽറ്റ β1 divided by delta. We have estimated delta here, that is beta. സോ കൊയേക്കിന്റെ മോഡൽ നമ്മൾ ആദ്യം തുടങ്ങിയത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലിന്റെ എസ്റ്റിമേഷന് കൊയേക്ക് കണ്ടുപിടിച്ച ഒരു ഇൻജീനിയസ് ആയിട്ടുള്ള മെത്തേഡായിരുന്നു. ഫസ്റ്റ് അപ്രയോറി മെത്തേഡായിരുന്നു അത്. ആ മോഡലിനെ നമ്മൾ രണ്ട് രീതിയിൽ റാഷണലൈസേഷൻ നടത്തിയാണ്. രണ്ട് രീതിയിൽ അതിനെ തിയറിറ്റിക്കലായിട്ട് റാഷണലൈസ് ചെയ്യണം. കൊയേക്കിന്റെ മോഡൽ ഒരു ഓൾജിബ്രായിക് എക്സസൈസ് ആണ്. ആ മോഡൽ നമ്മൾ രണ്ട് തിയറിറ്റിക്കൽ മോഡലിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ഈ ചെയ്തത്.
ഒന്ന് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ തിയറിയിലേക്ക് കൊയക്കിന്റെ മോഡൽ കൊണ്ടുവന്നു. ഓട്ടോ റിഗ്രസീവ് മോഡൽ, ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗിനെ ഓട്ടോ റിഗ്രസീവ് ആക്കി ട്രാൻസ്ഫോം ചെയ്യുന്ന മോഡലാണ് കൊയക്സിന്റെ മോഡൽ. ആ മോഡലിനെ നമ്മൾ രണ്ട് രീതിയിൽ റാഷണലൈസ് ചെയ്തു. ഒന്ന്, നമ്മൾ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ, ഈ ആശയങ്ങൾ തന്നെയാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനിൽ വരിക. ഒരേ ഒരു വ്യത്യാസമാണുള്ളത്, അവിടെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ, അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് എക്സ്പെക്ടഡ് വാല്യൂ. ഇവിടെ ഈ കേസിൽ പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡലിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് എക്സ്പെക്ടഡ് വാല്യൂ. രണ്ട് വ്യത്യാസങ്ങൾ. ഓക്കെ, ഞാൻ ഒരു അല്പനേരത്തേക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ഡിസ്കഷന് ശേഷം